الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അഅറാഫിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു ആദം സന്തതികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് എടുത്തു പറയുകയാണ്. യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസിത് തഖ്വാ ദാലിക ഖൈർ. അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രവും അതോടൊപ്പം അലങ്കാരത്തിന്റെ വസ്ത്രവും ഞാൻ ഇറക്കിയിരിക്കുന്നു. വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വിശുദ്ധ ഖുർആൻ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നത് മുതൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ആദം അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാം സ്വർഗത്തിൽ നിന്ന് ആ കായ ഭക്ഷിച്ചത് മുതൽ അവരുടെ ഔറത്ത് വെളിവാകുകയും അവിടെയുള്ള ഇലകൾ കൊണ്ട് അവരുടെ നഗ്നത മറച്ചു എന്നതുമാണ്. ഇസ്ലാമിൽ വസ്ത്രവിധാനം എന്നത് അത് അലങ്കാരത്തിനോ മോടിക്കോ വേണ്ടി മാത്രമല്ല, അത് അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ളതാണ്. ആണിനെങ്ങനെ പെണ്ണിനെങ്ങനെ എന്നെല്ലാം കൃത്യമായി അല്ലാഹുവും അവന്റെ റസൂലും വസ്ത്രം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞതാണ് വലിബാസു തഖ്വാ. തഖ്വയാകുന്ന വസ്ത്രം, അതാണ് ഖൈർ. പുറംമൂടിയുടെ, അലങ്കാരത്തിന്റെ, പ്രൗഢിയുടെ ഏതെല്ലാം വസ്ത്രം ധരിച്ചാലും ഒരു മനുഷ്യന്റെ സ്വഭാവം, അവന്റെ വായിൽ നിന്ന് വരുന്നത്, അവന്റെ പെരുമാറ്റം അത് ശരിയല്ലെങ്കിൽ അവനൊരു വിലയും സ്ഥാനവുമില്ല. അവന്റെ വസ്ത്രം അവിടെ വിലയിരുത്തപ്പെടുകയില്ല. അവൻ വന്നിറങ്ങിയ വാഹനം, അതേത് സ്ഥാനവും പദവിയും അലങ്കരിക്കുന്നവനാകട്ടെ, അവന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ, അവന്റെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ അവന് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് വലിബാസു തഖ്വാ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ലജ്ജിക്കുന്ന ഒരു വസ്ത്രം, അതാണ് ഏറ്റവും നല്ലത് എന്നതാണ്. ഇവിടെ ഇന്ന് ഏറ്റവും വിവാദമായി നിൽക്കുന്ന ഒരു വിഷയം മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ്, അതല്ലെങ്കിൽ തലയിൽ ഒരു തുണിയിട്ടതാണ്. ഇത് വിവാദമാക്കുന്നവർ പറയുന്ന ഒരു കാര്യം ചാനലുകളിലെല്ലാം അത് നിറഞ്ഞു നിൽക്കുകയാണ്. അത് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നു. അത് ഇതുവരെയില്ലാത്ത ഒരു നടപടിക്രമമാണ്. ഇങ്ങനെ പല നിലക്കുള്ള ആരോപണങ്ങൾ മുസ്ലിം കുട്ടികളുടെ മേൽ ആരോപിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി അവരെ ആ മേഖലകളിൽ നിന്ന് തടയിടുക എന്ന ഒരു ദുരുദ്ദേശം അതിന്റെ പിന്നിലുണ്ട്. ഇത്രയും നാൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പിന്നിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിലെ
കുട്ടികൾ ഇന്ന് പഠനത്തിൽ ഏതൊരു മേഖലയിലേക്ക് കയറി ചെന്നാലും അവിടെയെല്ലാം ഒന്നാമതായി നിൽക്കുന്നത് ഇന്ന് മുസ്ലിം കുട്ടികളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമാണ്. അവരെ തടയിടുക എന്ന ഒരു ഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലില്ലേ. ഇത് പറയുന്നവരാരാണ്? ഇത് ചാനലിന് മുമ്പിൽ അവതരിപ്പിക്കുന്നവരുടെ വേഷഭൂഷാദികൾ. ഒരു കാലഘട്ടത്തിൽ തങ്ങൾക്ക് ഈ വസ്ത്രം ധരിച്ച് പരീക്ഷാ ഹാളിൽ സ്കൂളുകളിൽ വിലക്കിയതിന്റെ പേരിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അവർക്കൊപ്പം നിന്നവരാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം സ്ത്രീ തട്ടമിട്ടത് ഇന്നലെയാണ്. അവിഭാജ്യ ഇന്ത്യ മുതൽ, ഇന്ത്യ വിഭജിക്കുന്നതിനു മുമ്പ് അതിനുശേഷവും ലോകത്തുള്ള മുസ്ലിങ്ങളുടെ സ്ത്രീയുടെ വസ്ത്രവിധാനത്തിൽ ഒരു തട്ടമുണ്ട്. അത് സാഹിത്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തട്ടം പിടിച്ചു പഠിക്കല്ലേ. തട്ടത്തിൻ മറയത്ത് ഏത് ചലച്ചിത്രങ്ങളാകട്ടെ, കഥകളാകട്ടെ, നോവലുകളാകട്ടെ, രചനകളാകട്ടെ, ഏത് കാലഘട്ടത്തിലെയും രചനകൾ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങളെ കാണിക്കുമ്പോൾ അവിടെ മുസ്ലിം സ്ത്രീക്ക് ഒരു തട്ടമുണ്ട് എന്നതാണ്. അത് ഇന്നോ ഇന്നലെയോ ഒരു വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് ഇട്ടുകൊണ്ടുവന്ന് വിവാദമാക്കിയതല്ല. ആശാവഹം എന്ന് പറയട്ടെ, ഇന്ത്യയിലെ, കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകളെ ആ വിഷയത്തിൽ നമ്മൾ അഭിനന്ദിക്കുന്നു. രാഷ്ട്രീയമായി, സാംസ്കാരികമായി, ചാനലിൽ എല്ലാം മുസ്ലിങ്ങളുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി വാദിച്ച, ആ കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതെന്നും ഒരു നിലപാടായിരിക്കണം. തട്ടമിട്ട കുട്ടിയും കുറിതൊട്ട കുട്ടിയും കുരിശുമാലയിട്ട കുട്ടികളും എല്ലാം ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ വളർന്നു വന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം. പരസ്പരം ആരും ആരെയും ഭയപ്പെട്ടിട്ടില്ല. കുറിതൊട്ട കുട്ടിയുടെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. കൊന്തയിട്ട കുട്ടിയുടെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ഒന്ന്, ഒരു വിഭാഗം, എല്ലാവരുമല്ല, ഒരു പ്രത്യേകമായ ചില വിഭാഗങ്ങൾ ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടി അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ പള്ളിക്കൂടങ്ങൾ എന്നാണ് അറിയപ്പെടുക. അതിനോടനുബന്ധിച്ച് ചാപ്പലുകളുണ്ട്. ചെറിയ മക്കളെ പോലും സ്കൂളിന്റെ തുടക്കത്തിലും അവസാനത്തിലും എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്തോത്രങ്ങൾ പാടിപ്പിക്കുകയാണ്. അവിടെ ആർക്കും ഒരു വിഷയവുമില്ല. ഇവിടെ ആരും അതൊന്നും വിവാദമാക്കിയിട്ടുമില്ല. അവരുടെ സ്കൂളിലും ക്ലാസ്സിലും ഹോസ്പിറ്റലുകളിലും എവിടെയും ആ കുരിശും ആ ഫോട്ടോയും എല്ലാം അവിടെയുണ്ട്. അതൊന്നും മതചിഹ്നമായി അവർ കാണുന്നില്ല. ഇതിന്റെ ഒരു മനോവൈകൃതമുണ്ട്. ഇതിന്റെ ഒരു മനോവൈകൃതം, തങ്ങളുടെ വിശ്വാസം, തങ്ങളാണ് ശരിയായത്, ബാക്കിയുള്ളതിനെയെല്ലാം പുച്ഛത്തോടെ കാണുക, അതൊരു മനോവൈകൃതമാണ്. എന്നാൽ ഇസ്ലാമും മുസ്ലിങ്ങളും ഞങ്ങളുടെ മതവും അതല്ല പഠിപ്പിക്കുന്നത്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നതിനെ ഒന്നും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. സ്വന്തം വിശ്വാസം ശരിയാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിക്കുന്നിടത്താണ് ഇസ്ലാം ഉള്ളത്. അതാണ് ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെ എല്ലാം ആക്ഷേപിക്കുക, അതേ തട്ടമിട്ടുകൊണ്ട് ചാനലിന്റെ മുമ്പിൽ അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തും എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ടല്ലോ, അതെങ്ങനെ അവരുടെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നു എന്നതാണ്. വിശ്വാസികളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവിടെ മറ്റൊരു വിഷയം കടന്നു വരുന്നുണ്ട്. നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് വിവാദമാക്കിയവരും പറഞ്ഞ ഒരു കാര്യമുണ്ട്, മറ്റു കുട്ടികൾക്ക് വിഷയമില്ലല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, മുസ്ലിം സമൂഹത്തിൽ ഈ ഹിജാബോ ഇസ്ലാമികമായ മര്യാദകളോ പാലിക്കാതെ ജീവിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം. ഒരു കുട്ടിക്ക് തലയിൽ തട്ടമിട്ടത് നിഷേധിക്കപ്പെട്ടത് എൻ്റെ മകൾ തട്ടമിടാതെ സ്കൂളിൽ പോകുന്നത് കൊണ്ടാണെങ്കിൽ, ഒരു കുട്ടിക്ക് മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ നിനക്ക് മാത്രം എന്താ ഈ ശാഠ്യം, മറ്റു കുട്ടികൾക്ക് ഇത് ബാധകമല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ മറ്റു കുട്ടികളിൽ എൻ്റെ മകളുണ്ടോ? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. ഞാൻ കാരണം, എൻ്റെ മകൾ, എൻ്റെ സഹോദരി
എൻ്റെ കുട്ടികൾ ഒരു ഇസ്ലാമികമായ വസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചെലവിന് കൊടുക്കുന്നുവെങ്കിൽ, നമ്മൾ വളർത്തുന്നുവെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുക. ഇനി ഈ വിഷയകമായി നമുക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാ മതത്തിലും എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. മതങ്ങൾ കൃത്യമായി പാലിക്കുന്നവർ, അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ എടുക്കുന്നവർ, അതൊന്നും വേണ്ട എന്ന് വെക്കുന്നവർ, അത് എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. മുസ്ലിങ്ങളിൽ കള്ളു കുടിക്കുന്നവരില്ലേ, അത് കച്ചവടം ചെയ്യുന്നവരില്ലേ, പലിശ അതിൽ ഇടപെടുന്നവരില്ലേ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിൽ പലിശ ഹലാലാണ് എന്നും ലഹരി ഹലാലാണെന്നും വാദിച്ചാൽ എങ്ങനെയുണ്ടാകും? അതെല്ലാ സമൂഹങ്ങളിലുമുണ്ട്. ഈ വിവാദമാക്കിയവർ അവർ തന്നെ അവരുടെ മത പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? അവരുടെ മതഭേദം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഒരു സ്ത്രീ തലമറക്കുന്നില്ല എങ്കിൽ അവൾ തല മുണ്ടനം ചെയ്യട്ടെ എന്നാണ്. അത് ദൈവത്തിന്റെ മണവാട്ടികൾക്ക് മാത്രമുള്ള നിയമമല്ല, ആ സമൂഹത്തിലെ ആ മതത്തിന്റെ നിയമമാണത്. മുസ്ലിങ്ങൾ അൽഹംദുലില്ലാഹ് ഭൂരിഭാഗവും നന്നാകണം എന്ന് വിചാരിക്കുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ അതില്ലെങ്കിലും ഇസ്ലാമിൽ ആ നിയമമുണ്ട് എന്ന് പറയുന്നവരാണ്. അതുകൊണ്ടാണല്ലോ മുസ്ലിം പുരുഷന്മാർ, അവർക്ക് എത്രയോ സമ്പത്തുണ്ട്, എന്നിട്ടും മുസ്ലിങ്ങളിലെ പുരുഷന്മാർ എങ്ങനെ നടക്കുന്നവനുമാകട്ടെ അവൻ എന്തേ സ്വർണ്ണാഭരണം ധരിക്കാത്തത്? അവൻ എന്തേ കള്ളുഷാപ്പിലേക്ക് പോകുമ്പോൾ ഒളിച്ചു പോകുന്നത്? അവൻ ആ ദൗർബല്യമുണ്ട് എങ്കിലും പോരായ്മയുണ്ട് എങ്കിലും അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്നതാണ്. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് ഒരു നിലപാടുണ്ട്. തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരുത്തൻ കാഫിറാകുന്നില്ല, അവൻ മതത്തിൽ നിന്ന് പുറത്തല്ല. ആ നിലപാടെടുത്തവർ ഖവാരിജുകളാണ്. അതെല്ലാ കാലഘട്ടത്തിലുമുണ്ട്. തെറ്റ് ചെയ്തവരെ മതത്തിൽ നിന്ന് പുറത്താക്കി അവരെ കൊല ചെയ്യുക, അതാണ് തീവ്ര നിലപാട്. അതാണ് ഖവാരിജുകൾ, അതാണ് ദാഇഷ്. അത് അഹ്ലു സുന്നയ്ക്കില്ല. അഹ്ലു സുന്നയുടെ നിലപാട് ജനങ്ങളെ നന്നാക്കുക, അവരുടെ കുറവുകളെ ഉത്ബോധിപ്പിക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ വിശാലമായ ഒരു മനസ്ഥിതിയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്. അതാണ് ഈ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മനുഷ്യന്മാർ തെറ്റ് ചെയ്യും, അത് തിരുത്തി കൊടുക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ അവരെ മാറ്റി നിർത്തുക എന്നൊന്നില്ല. അവരെ ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കി കാഫിർ മുദ്ര കുത്തുക എന്നൊന്നില്ല. അങ്ങനെ കുറവുകളുള്ളവർ നന്നാകാൻ ശ്രമിക്കുക, നമ്മളെ മക്കളെ അതിലേക്ക് പ്രേരിപ്പിക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമികമായ ചട്ടങ്ങൾ, ഇസ്ലാമികമായ നിയമങ്ങൾ എന്നും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്കൊരു നിലപാടുണ്ട്. നമ്മൾ ഏത് പാർട്ടിയിൽ നിന്നാലും എവിടെ നിന്നാലും എവിടെയെല്ലാം പ്രവർത്തിച്ചാലും നമുക്ക് ഒരു നിലപാടുണ്ട്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ഒരു നിലപാടുണ്ട്. അതിൽ നമ്മൾ കഴിയുന്നത്രയും സൂക്ഷ്മത പാലിക്കുക. നമ്മുടെ പേരിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുന്നതിനെ നമ്മൾ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുക. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين ولي الصالحين والصلاة والسلام على إمام المرسلين نبينا محمد صاحب المقام المحمود والحوض المورود وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് ഒരിക്കൽ കൂടി ഉത്തമ ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വസ്ത്രവിധാനത്തിൽ സ്ത്രീയുടെ വസ്ത്രവിധാനം എങ്ങനെയായിരിക്കണമെന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ കണിശമായ നിയമമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, കുല്ലി അസ്വാജിക്, താങ്കളുടെ ഭാര്യമാരോട് പറയുക, വബനാതിക്,
താങ്കളുടെ പെൺകുട്ടികളോടും പറയുക, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസികളായ ഓരോ സ്ത്രീകളോടും പറയുക. ഇത് നബി കുടുംബത്തിന് മാത്രം ബാധകമായ ഒരു വിഷയമാണ്. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനത്തായ ഓരോ പെണ്ണിന്റെ മേലും പഠിപ്പിച്ചു കൊടുക്കുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذن وكان الله غفورا رحيما فلا يؤذين. പ്രവാചകന്റെ പത്നിമാരെ, പ്രവാചകന്റെ പെൺമക്കളെ, മുസ്ലിം സ്ത്രീകളെ, നിങ്ങളുടെ ഹിജാബുകൾ നിങ്ങൾ താഴ്ത്തി ഇടുക. ذلك يعرفن, നിങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി. നിങ്ങൾ മോശപ്പെട്ട സ്ത്രീകളല്ല, മാന്യരാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി. ഫലാ യുഉദൈൻ, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി. മ്ലേച്ഛമായ നോട്ടങ്ങളിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി, നിങ്ങളെ ചൂഴ്ന്നുള്ള നോട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരാകാൻ വേണ്ടി, നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞു, വകുല്ലിൽ മുഅ്മിനാത്ത് യുഗ്ളന മിൻ അബ്സാരിഹിൻ ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن وكل المؤمنات يغضضن من أبصارهن. മുസ്ലിം സ്ത്രീകളോട് പറയുക, അവളുടെ കണ്ണുകളെ താഴ്ത്തുക, സൂക്ഷിക്കുക. അന്യരായ പുരുഷന്മാരെയോട് അവരെ നോക്കാൻ പാടില്ല. കണ്ണുകളെ താഴ്ത്തുക, അത് ആണുങ്ങളോട് കൂടി പറഞ്ഞതാണ്. വയഹ്ഫളന ഫുറൂജഹുൻ, നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, ബാഹ്യമായ ഈ വസ്ത്രങ്ങളെല്ലാം ധരിച്ചിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ടല്ലോ, അതിൽ കുഴപ്പമില്ല. വെളിവായത്, ഈ വസ്ത്രം ധരിച്ചിട്ടും പുറത്തു നിൽക്കുന്നത്, അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇല്ലാ മാ ളഹറ മിൻഹാ, ആ വെളിവായതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. വൽയദ്രിബന ബിഖുമരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരുടെ തലയിലൂടെ അവർ ധരിക്കുന്ന വസ്ത്രം അവരുടെ മാറിടങ്ങളിലൂടെ അവർ താത്തിയിടട്ടെ, നെഞ്ചു മറച്ചുകൊണ്ടാകട്ടെ അത് ധരിക്കേണ്ടത് എന്ന അള്ളാഹുവിന്റെ നിയമം. ഇത് നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട, ചിട്ടയാക്കേണ്ട ഒരു കാര്യമാണ്. മാന്യമായ വസ്ത്രം ഉണ്ടാകണമെന്നത്. അതല്ലെങ്കിൽ നോട്ടങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ അവരെ ആ നിലക്ക് കാണും. അതുകൊണ്ടാണ് അത് ഇസ്ലാം നിയമമാക്കിയത്. ഈ ഒരു നിയമം സ്ത്രീയുടെ വസ്ത്രവിധാനത്തിൽ മാത്രമല്ല ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്, പുരുഷന്മാരുടെ വിഷയത്തിലും ഇസ്ലാം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ജറ തൗബഹു ഖുയലാ ലം യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവർ, ഇത് പ്രത്യേകം പുരുഷന്മാരുടെ വിഷയത്തിലാണ് ഈ സംസാരം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് അഹങ്കാരം കാണിക്കുന്നവർ, അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകുകയില്ല. അല്ലാഹു നാളെ ഖിയാമത്തിൽ അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു റിവായത്ത് ഇപ്രകാരമാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടതാണ്. അതെ, ചില മതചിഹ്നങ്ങളുടെ വസ്ത്രങ്ങളുണ്ട്, അത് മതാചാരത്തിന്റെ വസ്ത്രമാണ്, അത് നിങ്ങൾ ധരിക്കാൻ പാടില്ല. എന്തെന്നാൽ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അംർ ഇബ്നുൽ ആസ് അഖ്ബറഹു ഖാല റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലയ്യ തൗബൈൻ മുഅസ്ഫറൈൻ ഫഖാൽ, ഞാൻ രണ്ട് കാവി വസ്ത്രം, കുങ്കുമ കളറുള്ള രണ്ട് വസ്ത്രം ഞാൻ ധരിച്ചു. അത് കണ്ട പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഫഖാൽ ഇന്ന ഹാദിഹി മിൻ തിയാബിൽ കുഫാർ ഫലാ തൽബസ്ഹ, ഇത് കുഫാറുകളുടെ വസ്ത്രമാണ് അംറേ, നീ ഇത് ധരിക്കാൻ പാടില്ല. അതെ, ചില മതചിഹ്നങ്ങളുടെ വസ്ത്രങ്ങളുണ്ട്. അത് നമ്മൾ ഉടുക്കുന്ന ലുങ്കി ആയിക്കോട്ടെ, ഞാൻ ലുങ്കി എന്ന് എടുത്തു പറയാൻ കാര്യം, ഇന്ന് നമ്മളിൽ പലരും അത് ധരിക്കുന്നുണ്ട്. ചിലർ ചില പ്രത്യേക ആചാരത്തിന്റെ ഭാഗമായി ധരിക്കുന്ന, മലക്ക് പോകുമ്പോഴും മറ്റു മതത്തിന്റെ അടയാളമായി, അതെല്ലാം മോഡലായിക്കോട്ടെ, പക്ഷേ ആ ഒരു കളറും ആ ഒരു അടയാളവും പ്രത്യേകം പ്രജാപം പറഞ്ഞതാണ്. അത് ധരിക്കുന്നുവെങ്കിൽ അവനെ അവരുടെ കൂട്ടത്തിലാണ് കാണുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒറ്റ നോട്ടത്തിൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ശരിയല്ലേ? അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചവനെ, ആ ഒരു കളറുള്ളതിനെ ധരിച്ചാൽ പുറമേ നിന്ന് കാണുന്നവൻ അത് തന്നെയാണ് മനസ്സിലാക്കുക. അത് ധരിക്കാൻ പാടില്ല.
അത് ഇസ്ലാമികമായി ഇങ്ങനെ നിയമം, വസ്ത്രം ധരിക്കുന്നതിലെ നിയമങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട്. നമ്മളത് കൃത്യമായി പാലിക്കുക. അതല്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകം ഗൗരവത്തിൽ ഉണർത്തിയ ഒരു ഹദീസ്, അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സിൻഫാനു മിൻ അഹ്ലിന്നാർ, രണ്ടു കൂട്ടർ നരകാവകാശികളാണ്. ഒന്ന്, അധികാരമുണ്ടായിട്ട് ആ അധികാരം ഉപയോഗിച്ച് മനുഷ്യന്മാരെ അടിച്ചമർത്തുന്നവർ. രണ്ടാമതായി പ്രവാചകൻ അവരോടൊപ്പം എണ്ണിയതാരാണെന്ന് അറിയുമോ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുഈലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിബത്തിൽ ബുഖ്തിൽ മായിലാത്ത് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹാ. സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാത്തവർ, വസ്ത്രം ഉടുത്തിട്ടും ഉടുക്കാത്തവർ, തങ്ങളുടെ ശരീരത്തിന്റെ നിമ്നോന്നതകൾ, ഇതിന്റെ ഉയർച്ച താഴ്ചകൾ ജനങ്ങളെ പ്രദർശിപ്പിക്കുന്നവർ, ഉടുത്തിട്ടും ഉടുക്കാത്തവർ, ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവർ, ജനങ്ങളുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കുന്നവർ, യുവാക്കളുടെ കണ്ണുകളെ ആകർഷിക്കുന്നവർ, അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിൽ ഇക്കിളി ഉണ്ടാക്കുന്ന വസ്ത്രം ധരിക്കുന്നവർ, അങ്ങനെ നടക്കുന്നവർ, മായിലാത്തുൻ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവർ, സൗന്ദര്യം ആട്ടിക്കുലുക്കി നടക്കുന്നവർ. ഇതിന്റെ അപ്പുറം ഒരു വാക്കെനിക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. പ്രവാചകൻ പറഞ്ഞത് ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന്റെ പരിമളം, അതിന്റെ ആ സുഗന്ധമുണ്ടല്ലോ, അത്ര അടുത്ത് പോലും അവരെത്തുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇതൊരു സ്കൂൾ വിവാദവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ നേരെ അവർ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്, അവർക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രമാണ് ഇത്ര നിർബന്ധം. ആ പ്രശ്നമില്ലാത്തവരിൽ എൻ്റെ മക്കളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, മതത്തിന്റെ ചിഹ്നങ്ങളെ മുറുകെ പിടിക്കുക. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യമില്ല. നൂറ്റാണ്ടുകളായി കടന്നു വന്ന ഒരു സംസ്കാരമാണിത്. ഇന്നോ ഇന്നലെയോ ഒരു കുട്ടി സ്കൂളിലേക്ക് ഇട്ടതല്ല തലയിലെ തട്ടം എന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമാണത്. ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. ഇത് നമ്മൾ പാലിക്കുക, മുറുകെ പിടിക്കുക. അതിനെതിരെയുള്ളതിനെയെല്ലാം നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക. യഥാർത്ഥ മുത്തക്കികളിൽ, മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നേരായ പാതയിൽ നിലനിർത്തുവാനും ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്കും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ യാ അല്ലാഹ്. അള്ളാഹുവെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അക്രമങ്ങൾക്കും ദുരിതങ്ങൾക്കും വിധേയരാകുന്ന മുസ്ലിങ്ങളുടെ മേൽ അള്ളാഹു നിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകണേ യാ അല്ലാഹ്. അള്ളാഹുവെ, വേണ്ടാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ച് നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന അക്രമകാരികളെ നീ മാറ്റി നിർത്തണേ യാ അല്ലാഹ്. സ്വസ്ഥതയും സമാധാനവും ശാന്തിയുമുള്ള നല്ല നാടായി ഞങ്ങളുടെ നാടിനെ നീ മാറ്റി തീർക്കണേ യാ അല്ലാഹ്. അള്ളാഹു, ഞങ്ങളിൽ കടം കൊണ്ടും പ്രയാസം കൊണ്ടും ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ കടങ്ങൾക്കും രോഗങ്ങൾക്കും നീ ശമനം നൽകണേ യാ അല്ലാഹ്. സഹോദരന്മാരെ, നമ്മളോട് പ്രത്യേകം ഒരു സഹോദരൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാൻസറിന്റെ ഒരു സ്റ്റേജിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. വേദനയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് മുക്തി നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ ഇന്ന് പ്രത്യേകം സ്വലാത്ത് ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال صلى الله عليه وسلم من صلى عليه صلاة صلى الله عليه بها عشرة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وارض اللهم عن أربعة الخلفاء أئمة الحنفاء أبي بكر وعمر وعثمان وعلي، وعن آل بيت نبيك الطيبين الطاهرين، وعن أزواج أمهات المؤمنين، وعن الصحابة أجمعين ومن تبعهم بإحسان إلى يوم الدين، وأنا معهم بمنك وكرمك وعفوك وإحسانك يا أرحم الراحمين. اللهم وفق ولاة أمور المسلمين لما فيه خير الإسلام والمسلمين، واجعلهم هونا لهم على طاعة، واصرف عنهم بطانة سوء. اللهم وفقهم لما تحب وترضى. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين
والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين لا إله إلا أنت سبحانك إنا كنا من الظالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن